OTT റിലീസ് ചെയ്ത സിനിമകൾ ഉൾപ്പെടെ 10 OTT അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അതിൽ ആദ്യത്തേത് കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത് തിയേറ്ററിൽ നിന്ന് മികച്ച അഭിപ്രായം നേടിയെടുത്ത ചിത്രമായിരുന്നു വാഴ. തിയേറ്ററിൽ നിന്ന് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഈ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ നേരത്തെ തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത്. ചിത്രം സെപ്റ്റംബർ 23 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്തിരുന്നു. അടുത്ത അപ്ഡേറ്റ് റീസെന്റ് ഹിന്ദിയിൽ നിന്ന് റിലീസ് ചെയ്ത കിൽ എന്ന മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഹിന്ദി ഭാഷയിൽ മാത്രം തിയേറ്ററുകളിലേക്ക് എത്തിയ ഈ ചിത്രം എല്ലാ ഏരിയസിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു നേടിയെടുത്തിരുന്നത്. തിയേറ്ററിൽ നിന്ന് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഈ ചിത്രം ഹിന്ദി ഭാഷയിൽ മാത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഇതിനു മുമ്പ് OTT റിലീസ് ചെയ്തിരുന്നു. എന്നാൽ ചിത്രം ഇപ്പോൾ മുതൽ മലയാളം, തെലുങ്കു, തമിഴ് തുടങ്ങിയ ഭാഷകളിൽ കൂടി ലഭ്യമാണ്. മൂന്നാമത്തെ ചിത്രം ഭരതനാട്യം എന്ന മലയാള ചിത്രമാണ്. തിയേറ്ററിൽ നിന്ന് മികച്ച അഭിപ്രായം നേടാതെ പോയ ഈ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ നേരത്തെ തന്നെ മനോരമ മാക്സ് ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത്. ഭരതനാട്യം എന്ന ഈ ചിത്രം ഇപ്പോൾ മുതൽ മനോരമ മാക്സ് വഴി ലഭ്യമാണ്. ഈ ചിത്രത്തിന് ശേഷം മനോരമ മാക്സ് വഴി OTT റിലീസ് ചെയ്യുന്ന മറ്റൊരു ചിത്രമാണ് അനന്തപുരി ഡയറീസ്. ഈ ചിത്രം മനോരമ മാക്സ് വഴി ഒക്ടോബർ 4 OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത ചിത്രം അന്നാബെൻ, സൂര്യ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായി എത്തി തിയേറ്ററിൽ നിന്ന് മികച്ച അഭിപ്രായം നേടിയെടുത്ത ചിത്രമായിരുന്നു കൊട്ടുകാലി. ഈ തമിഴ് ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സിംപ്ലി സൗത്ത് ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത്. ഇപ്പോൾ മുതൽ സിംപ്ലി സൗത്ത് വഴി ഈ ചിത്രം ലഭ്യമാണ്. അടുത്ത അപ്ഡേറ്റ് മാരിസെൽവൻ സംവിധാനം ചെയ്ത് റീസെന്റ് തിയേറ്ററുകളിലേക്ക് എത്തിയ തമിഴ് ചിത്രമായിരുന്നു വാഴൈ. തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടിയെടുത്ത ഈ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം വരുന്നത് ഒക്ടോബർ 11 OTT റിലീസ് ചെയ്യുന്നതാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ ചിത്രം മലയാളം, തമിഴ്, തെലുങ്കു, കർണാടക തുടങ്ങിയ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ഭീമൻ കോളനി 2 എന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റ് ആണ്. തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടിയെടുത്ത ഈ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ C5 ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത്. ഇപ്പോൾ മുതൽ ഈ ചിത്രം C5ലൂടെ ലഭ്യമാണ്. നാനി നായകനായെത്തിയ ഏറ്റവും പുതിയ തെലുങ്കു ചിത്രമായിരുന്നു സരിപ്പോട് ശനിവാരം. 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരുന്ന ഈ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ ഇപ്പോൾ മുതൽ ചിത്രം മലയാളം, തമിഴ്, തെലുങ്കു, കർണാടക തുടങ്ങിയ ഭാഷകളിൽ ലഭ്യമാണ്. അടുത്ത അപ്ഡേറ്റ് ഈ ഓണക്കാലത്ത് തിയേറ്റർ റിലീസ് ചെയ്ത് ഏറ്റവും മികച്ച അഭിപ്രായം നേടിയെടുത്ത മറ്റൊരു ചിത്രമായിരുന്നു കിഷ്കിന്ധ കാണ്ഡം. റിലീസ് ചെയ്ത ദിവസത്തേക്കാൾ മറ്റു ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ചിത്രം കൂടിയാണ് കിഷ്കിന്ധ കാണ്ഡം. 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത ഈ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ ചിത്രം തിയേറ്റർ റിലീസ് ചെയ്തതിനു ശേഷം 50 ദിവസം കഴിഞ്ഞ് മാത്രമായിരിക്കും OTT റിലീസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ നവംബർ ആദ്യ ആഴ്ചയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ഇതുപോലെയുള്ള OTT അപ്ഡേറ്റുകൾക്കായും സിനിമ വാർത്തകൾക്കായും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.